நானு சி. ஜோசப் விஜய் எனும் நான் சட்டப்படி அமைக்கப்பெற்ற இந்திய அரசியல் அமைப்பின்பால் உண்மையான நம்பிக்கையும் மாறா பற்றும் கொண்டிருப்பேன் என்றும் இந்திய நாட்டின் ஒப்பில்லாத முழு முதல் ஆட்சியையும் ஒருமையையும் நிலை நிறுத்துவேன் என்றும் தமிழ்நாட்டு அரசின் முதலமைச்சராக உண்மையாகவும் உளச்சான்றின்படியும் என் கடமைகளை நிறைவேற்றுவேன் என்றும் அரசியல் அமைப்பிற்கும் சட்டத்திற்கும் இணங்க சி. ஜோசப் விஜய் எனும் நான் சி. ஜோசப் விஜய் എന്നും നമ്മൾ കേട്ടത് സി. ജോസഫ് വിജയന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു നോക്കാതെ അങ്ങോട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അതിനെ ആണ്ടവനെ പിടിച്ച് സത്യം ചെയ്തിട്ടാണ് അദ്ദേഹം ആ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് ആരാണ്? ജോസഫ് വിജയ്. ജോസഫ് വിജയ് എന്ന് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഉരുപൊട്ടും. കാരണം എനിക്കാണെങ്കിൽ അവരെ അവസ്മാരുകളാകും, അതേപോലെ ബോധം കെടും. പിന്നെ പാകിസ്ഥാനികളാണ് അറിയും, അമേരിക്കക്കാരനാണ് അറിയും, അവന് അമേരിക്കയ്ക്ക് പോകേണ്ടവനാണ് അറിയും, ഇംഗ്ലണ്ടിലേക്ക് പോകേണ്ടവനാണ് അറിയും. ഇതാണ് അവരുടെ സമയം. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ആളുകൾ ഒരു മനസ്സമാധാന സന്തോഷത്തോടെ കൂടെ ഒന്ന് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇപ്പം ശശികല ആവട്ടെ, പിന്നെ അതേപോലെ വത്സൻ തില്ലങ്കേരി ആവട്ടെ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കൊടും വിഷം മനസ്സമാധാനമായിട്ട് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല എന്നുള്ളത്. ഒരു മനുഷ്യൻ അവർക്ക് ചിരിക്കാൻ തോന്നില്ല. അവർക്ക് എപ്പോഴും ഈ തലയിൽ ഇതിങ്ങനെ നിറച്ച് പിന്നെ അണികളെ എങ്ങനെ ഭിന്നിപ്പിക്കാൻ പറ്റും, അണികൾക്ക് എങ്ങനെ പിന്നെ കുറച്ച് വിഷം കുത്തി വെക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ആളുകളാണ്. അവർ പാകിസ്ഥാനികളാണ്, അവർ ബംഗ്ലാദേശികളാണ്, അവർ പിന്നെ എന്താണ് ഇംഗ്ലണ്ടുകാരാണ്, അവർ അമേരിക്കക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ വന്ന രൂപങ്ങളും രീതികളും. ഈ പാകിസ്ഥാനും ഇന്ത്യയും ഒന്നായിരുന്നു. അതിൽ നിന്ന് വിഭജിച്ചാണ് പാകിസ്ഥാനെ വെട്ടിമാറ്റിയത്. അതോടെ കൂടെ പാകിസ്ഥാനികളല്ല ഇന്ത്യയിലുള്ള ആളുകൾ. ആ വിഭജനത്തിൽ നമ്മളാരും അങ്ങോട്ട് പോയിട്ടില്ല, പോകാൻ താല്പര്യപ്പെടില്ല. അതുകൊണ്ട് അവർ പാകിസ്ഥാനികളാണ്, അവർ മറ്റോരാണ് ആരും പറയണ്ട. അപ്പോൾ ഇവർക്ക് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ കേരളത്തിൽ കുറേ മുസ്ലിം പിന്നെ MLA മാരുണ്ടാവും, മന്ത്രിമാരുണ്ടാവും. ഇതിനൊക്കെ ഏകദേശം വാദം പിന്നെ എന്താണ് പറയുക, ഈ മറ്റേ മയക്കുവെടി തന്നെ വെക്കേണ്ടി വരും. കാരണം ആനക്ക് മതളിയ പോലെ മൊത്തത്തിൽ ഇങ്ങനെ മതളകും. കാരണം പറയുകയാണെങ്കിൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ലാന്ന്. ഒരു മുസ്ലിമിന് എന്തെങ്കിലും സ്ഥാനം കിട്ടുക എന്ന് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. ഒരു ക്രിസ്ത്യാനിക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ കഴിയില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അപ്പം ഇനി ഏതായാലും തമിഴ്നാടോ അല്ലെങ്കിൽ കേരളോ ഇടിഞ്ഞ് എവിടെയെങ്കിലും വീഴുന്നുണ്ടോ നമുക്ക് നോക്കാം. ഭൂമി ഒരു ഗോളാകൃതിയല്ല. ആ ഗോളത്തിൽ നിന്ന് ഈ കേരളത്തിൽ നിന്ന് ഒരു ഭാഗം ഇടിഞ്ഞ് വീഴുന്നുണ്ടോ, അതല്ലെങ്കിൽ പിന്നെ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീഴുന്നുണ്ടോ നമുക്ക് നോക്കാം, പരീക്ഷിക്കാം. ഏതായാലും 5 വർഷം എന്തായാലും ഇവർ ഭരിക്കും എന്നുള്ള ഉറപ്പാണ്. കാരണം വിജയും ഭരിക്കും, പിന്നെ ഇവിടെയുള്ള UDF ഭരിക്കും. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നുണ്ടോ, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഈ വർഗീയവാദികൾക്ക് ഒരിക്കലും ചിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പം ശശികല ടീച്ചർ ആവട്ടെ, ടീച്ചർ എന്ന് പറയാൻ പോലും യോഗ്യതയില്ല. ആ ടീച്ചർ എന്ന് പറയാനുള്ള യോഗ്യത ശശികലയ്ക്കില്ല. അപ്പം ശശികല ആവട്ടെ, അതല്ലെങ്കിൽ പിന്നെ വത്സൻ തില്ലങ്കേരി ആവട്ടെ, ഇവരൊക്കെ മര്യാദയ്ക്കൊന്ന് ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് സമാധാനത്തോടെ ഇവരെ കുട്ടികൾക്ക് നല്ല വാക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും ഇവർക്ക് സമയം കിട്ടൂല. കാരണം തലയിൽ ഇങ്ങനെ പഴുത്ത് പൊട്ടാൻ നിൽക്കുകയാണ്. നമ്മളൊക്കെ ചിരിക്കും, സന്തോഷിക്കും. അത് ആ സന്തോഷം ചിരിയില്ലാത്ത ആളുകളാണ് ഇവർ. കാരണം എനിക്കാണെങ്കിൽ അഷറഫിന് പിന്നെ ഇവിടെ മഞ്ചേശ്വരത്ത് മത്സരിച്ച അഷറഫിന് 6 മക്കളാണ്. പക്ഷേ ഈ വിദ്വത്തിന്റെ അമ്മായിമക്ക് 12 മക്കളാണ്. അതറിയുന്നില്ല, അത് വേറെ. ഞാൻ പബ്ലിക്കായിട്ട് വിളിച്ചാണ് എൻ്റെ അമ്മായിമക്ക് 12 മക്കളായിരുന്നു. എന്നിട്ട് 6 മക്കളെ ചൂണ്ടിയിട്ടാണ് പറയുന്നത് അത് അഷറഫിന് 12 മക്കളാണ്. എന്തൊരു കഷ്ടമാണ്. ഏതായാലും ഇവർക്ക് ചിരിക്കാൻ, മനസ്സമാധാനമായിട്ട് ചിരിക്കാൻ ഒരു അവസരമില്ല എന്നുള്ളതാണ്, ഒരു സമയം കിട്ടണില്ല എന്നുള്ളതാണ്. വീട്ടിൽ നല്ലൊരു സന്തോഷത്തോടെ കൂടെ മക്കളെ കൂടെ സന്തോഷം പങ്കിടാനോ അതല്ലെങ്കിൽ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ഏതായാലും ഈ വിഷജാതികൾക്കൊക്കെ വിഷം തുപ്പാലൊക്കെ ഏറ്റവും നല്ല പറ്റിയ അവസരമാണ്. തുപ്പിക്കോളി എന്നാണ് എനിക്ക് പറയാനുള്ളത്.